പാണ്ടിക്കാട് ടൗണിൽ വന്നത് മുതൽ ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ ഗ്രൂപ്പിൽ നമ്മുടെ മെസ്സേജൊക്കെ ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നമുക്ക് പാണ്ടിക്കാട് ടൗണിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതിന് നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുപോലെ തന്നെ നമ്മുടെ സൈക്ലിംഗ് അസോസിയേഷൻ്റെ ടീമുകളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങളുടെ കൂടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അതിൻ്റെ എന്താ പറയുക, ആ ഒരു കളക്ഷൻ ശരിക്ക് ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 4,900 സംതിങ് റുപ്യോളം, 913 തോന്നുന്നു, അത്രയും രൂപയോളം ആ ടൗണിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കിട്ടി. നമ്മളെ മെസ്സേജ് അവർ പാസ് ചെയ്തുകൊണ്ട് മാത്രം. ഇതൊക്കെ ഒരു കാഴ്ചകളല്ലേ, വർണ്ണമനോഹരമായ കാഴ്ചകൾ പകർത്താൻ സ്റ്റാൻഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ട്രിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചുകൊണ്ടിരിക്കുക, അതാണ് മിഷൻ 1 റുപ്പി. ഇതൊരു അടിപൊളി കാഴ്ചകളാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു പാണ്ടിക്കാട് ഞങ്ങളൊരു പൂരം നടക്കുന്ന സ്ഥലത്താണുള്ളത്. ഞങ്ങളിവിടെ നമ്മൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ ഫണ്ട് കളക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളത് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ പാണ്ടിക്കാട് പെടൽ സൈക്ലിംഗ് ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരുടെ കയ്യിൽ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ, അവരാണ് കാര്യങ്ങൾ സംസാരിക്കുന്നു, ഫണ്ട് കളക്ഷൻ നടത്തുന്നു. ഞങ്ങളിതാ വെറുതെ അവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണ്ടി മാത്രം നിന്ന് കൊടുത്താൽ മതി. കാരണം ഞങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ ചോദിക്കുമ്പോൾ ആരാണെന്ന് പറയുമ്പോൾ നമ്മളത് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൂടെ കൊടുത്താൽ മതി. പിന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ അമ്പലം അവിടെ ഒരു അമ്പലത്തിൻ്റെ ഉത്സവമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ജാതി മത ഭേദമന്യേ അതാണ് എൻ്റെ ഹൈലൈറ്റ്. അവിടെ എല്ലാ ആൾക്കാരും മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ ഈ അമ്പലത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. എന്താ വെച്ചാൽ അതിൻ്റെ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ മുസ്ലിംസാണ്. പിന്നെ അതേപോലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. ഒരിക്ക ഞങ്ങൾ വിളിച്ച് അങ്ങോട്ട് പോയിരുന്നു. അവിടെ പോയ സമയത്ത് അവിടെ വിളമ്പുന്നവരാണ് നമ്മളെ ഈ മുസ്ലിംസ് സുഹൃത്തുക്കളാണ് അവിടെ വിളമ്പുന്നത്. ആ കാഴ്ചകൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു എനിക്കെന്താ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പറ്റില്ല. അത്ര പോലും സന്തോഷമായി. വിളമ്പാനും അതേപോലെ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം ചെയ്യാനും ഇവരാണ്. അതാണ് എനിക്കത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് അത്. പാണ്ടിക്കാടാണ്. പാണ്ടിക്കാട് അമ്പലത്തിൻ്റെ പേര് നമ്മളെന്തായാലും ഇതിൽ കാണാം. എന്തായാലും ഈ വഴിക്ക് വരുന്നവരൊക്കെ ഒന്ന് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം അതാണ് ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്ന് പറയും. Now we are standing in front of a vehicle for collecting the money for the poor family. Everybody think about it. ഒരുപാട് ആൾക്കാരുണ്ട്. ചേട്ടാ ചെറിയൊരു സംഭവം വരും പറഞ്ഞു തരുമെങ്കിൽ 5 കുടുംബങ്ങൾക്ക് വീട് ജേഴ്സി ഞങ്ങളെ വണ്ടി കുറഞ്ഞ ദൂരമെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തരാൻ പറ്റുന്നത്. ആയിക്കോട്ടെ.
സഞ്ചരിക്കണ വീട് നോക്കിമ്മ സഞ്ചരിക്കണ വീട് അത് കണ്ടോളി ഒരു പെരയാണത് കണ്ടുപോയിക്കോളി ഇനി കിട്ടൂല കേട്ടോ ഓൾ ഇന്ത്യ ലെവലിൽ പോണ ഒരു വീട് കേട്ടോ സഞ്ചരിക്കണ വീട് സഞ്ചരിക്കണ വീടാണ് സഞ്ചരിക്കണ വീട് അതിനാണ് ഭക്ഷണ കാര്യങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ കേട്ടോ വീട് സഞ്ചരിക്കണ വീട് സഞ്ചരിക്കണ വീട് पढ़ने के लिए तो बेड है सब कुछ है उधर ही है 2 साइकिल है चलने के लिए पढ़ेगा तो टाइम वो उधर ही लगा है नीचे देखा हाँ वो चीज़ उधर लगा है तो बेड है पढ़ेगा तो खाना पीना तैयार करके किचन है नीचे सब कुछ है ठीक है पूरा फैन है सब कुछ है ओके है रुपये से नहीं 1 रुपये घर नहीं है आदमी का ना 1 रुपये दे दो सारा सर आपको प्यार नहीं है അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ വന്ന ഒരാളാണിത് വൺ മിസ്റ്റർ വിന്റേജ് അല്ലേ സ്ഥിരമായിട്ട് നമ്മളെ ചാനൽ കണ്ടിട്ട് കമന്റ് അടിക്കുന്ന ഒരാളാണ് അല്ലേ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നോ ഒന്നല്ല അത് അതിനകത്തേക്ക് പങ്കാളികളാവാന്നുള്ളത് ഞാൻ എന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഇതിനുള്ള കിടന്നുറക്കണല്ലോ എല്ലാ പ്രോഡക്റ്റും ഒരു മിനിയേച്ചർ 5 കുടുംബങ്ങൾക്ക് സഹായിക്കാൻ നമ്മുടെ കയ്യിൽ സഹായം ഓൺലൈൻ